ഞാൻ വന്നിട്ടുള്ളത് കുക്കറിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ ഒരുപാട് സമയം പിടിക്കില്ല. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു 5 മുട്ട പുഴുങ്ങിയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുക്കറിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളൊരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുക. ഇനി അടുത്തായിട്ട് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരം ചതച്ചും കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലോട്ട് വേണ്ടതാണ് ഒരു ചെറിയൊരു പച്ചമുളക് ഒന്ന് ചതച്ചും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ഇവിടെ 3 വലിയ സവാളയാണ് കേട്ടോ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുക. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഉള്ളി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരുന്നവർ ചെറുതായിട്ട് 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരു സമയം ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതിയേ. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് അതിൻ്റെ ആവശ്യത്തിനായിട്ട് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് വേണ്ട മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. അതിന് ഞാൻ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്തിട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ് തക്കാളി. ഞാൻ 2 മീഡിയം സൈസുള്ള തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുക. ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത ശേഷം കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുക. 2 വിസിലൊന്ന് വന്ന ശേഷം അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോഷതൊന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ അതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുക. മുട്ട കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. ഇനി അടുത്തതിലോട്ട് വേണ്ട കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുക. നമുക്ക് ഈ സമയത്ത് തന്നെ കറി ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 3/4 കപ്പ് ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുക. തേങ്ങാപ്പാൽ കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് തുടങ്ങൂല ആ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്ന ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളന്ന് വന്ന് തുടങ്ങുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് കുറച്ച് മല്ലിയിലൊന്ന് കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം മറ്റൊരു പാത്രത്തിലൊന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുക്കറിലുള്ള മുട്ടക്കറിയുടെ റെഡി ആയിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ ആരെങ്കിലും ഗസ്റ്റൊക്കെ ഒരു പെട്ടെന്നൊക്കെ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഈ രീതിയിലൊന്നും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേരം ഉള്ളി വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുമേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ.